ലീനയുടെ മുൻപിൽ പൗലോസ് തലകുനിക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മഴ തോരും മുമ്പേൽ എല്ലാ അധികാരമവകാശങ്ങളും നമ്മുടെ സ്റ്റാൻലി അലീനയ്ക്ക് കൈമാറുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് സ്റ്റാൻലിയാണെങ്കിൽ അലീനയോട് പറയുകയാണ്. അതിനു മുമ്പ് തന്നെ സ്റ്റാൻലി അലീനയ്ക്ക് നേരെ വരാനുണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കുന്നുണ്ട് എന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അതിനുശേഷമാണ് സ്റ്റാൻലി എന്ത് ചെയ്യുന്നത്, അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ന് കാണാം. അങ്ങനെ നമ്മുടെ അലീനയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ വല്യപ്പച്ചൻ്റെ അടുത്ത് അലീന പറയുന്നത് സ്റ്റാൻലി കേൾക്കുകയാണ്. തൻ്റെ പപ്പ ഒന്ന് തന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, തന്നെ മകളെ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ തനിക്കൊക്കെ അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പറയുന്നു. സ്വത്തോ പണമോ ഒന്നുമല്ല വല്യപ്പച്ച, ഏറ്റവും വലുത് സ്നേഹമാണ് എന്ന് പറയുന്നു. അത് സ്റ്റാൻലി കേൾക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. സ്റ്റാൻലി ഒരു തവണ താഴേക്ക് പോയിട്ട് വീണ്ടും വരികയാണ് എന്ന് കാണാം മുകളിലേക്ക്. അതിനുശേഷം അലീന എന്ന് വിളിക്കുന്നതിലുപരി മോളെ എന്ന് വിളിക്കുന്നു. സ്റ്റാലിൻ്റെ വായിൽ നിന്നും മോളെ എന്ന് വിളി കേട്ട അലീന ഓടിച്ചെന്ന് കതക് തുറക്കുകയാണ് എന്ന് കാണാം. നീ വാ മോളെ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. ഇതേ സമയം അലീനയാണെങ്കിൽ മോളെ എന്നുള്ള വിളി കേട്ടതും തൻ്റെ എല്ലാ നിരാഹാരവും എല്ലാ സമരവും അവസാനിപ്പിച്ച് സ്റ്റാലിൻ്റെ കൂടെ പോവുകയാണ് എന്ന് കാണാം. ഇതേ സമയം അവതക്കുട്ടി അത് കണ്ട് ഞെട്ടുന്നുണ്ട് എന്ന് കാണാം. അങ്ങനെ അവതക്കുട്ടിയും പോകുന്നുണ്ട്. അങ്ങനെ അലീനയെ തൻ്റെ അടുത്തിരുത്തുകയാണ് സ്റ്റാലിൻ എന്ന് കാണാം. ഒടുവിൽ ഭക്ഷണം വിളമ്പുകയാണ്. ഇത്തവണ കമ്പും കോലി കൊണ്ടൊന്നുമല്ല ഭക്ഷണം കഴിക്കുന്നതെന്ന് കാണാം. അലീന പറഞ്ഞതുമാതിരി കൈകൊണ്ട് ആസ്വദിച്ചാണ് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിൻ ആദ്യം കഴിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിൻ വിളമ്പിയതിന് ശേഷം എല്ലാം കൂട്ടി അലീനയ്ക്ക് വാരിക്കൊടുക്കുകയാണ് എന്ന് കാണാം. അത് കണ്ടതും അലീന വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പപ്പ വാരിത്തരുന്ന ചോറ് കഴിക്കുന്ന അലീനയെ കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നീ ഇനി ഉപവാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കേണ്ടതില്ല എന്ന് പറയുകയാണ് സ്റ്റാൻലി. നിൻ്റെ ഉപവാസം വിജയം കണ്ടിരിക്കുകയാണ്. നിനക്ക് എൻ്റെ മേൽ ഇനി അധികാരം സ്ഥാപിക്കാവുന്നതാണ് എന്ന് പറയുന്നു. അത് കേട്ടതും പപ്പ, എനിക്ക് പപ്പയുടെ മേൽ അധികാരം സ്ഥാപിക്കണമെന്ന് യാതൊരു ചിന്തയോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ ഇവിടെ ഒരുപാട് തെറ്റുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് അനീതി സംഭവിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഞാൻ എതിർക്കുന്നത് എന്ന് അലീന പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, എങ്കിൽ ശരി, അങ്ങനെ ആവട്ടെ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഇനി മുതൽ നീ ഈ വീട് നോക്കിക്കൊള്ളാനായിട്ട് പറയുന്നു. കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച്, കൃത്യമായിട്ട് പറഞ്ഞ്, കൃത്യമായിട്ട് പൈസ മേടിച്ച് നീ തന്നെ നോക്കിക്കോളാനായിട്ട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് കേട്ടതും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ പൗലോസിനെ അടുക്കളയിൽ നിന്നും സ്റ്റാൻലി വിളിക്കുകയാണ്. എടാ പൗലോസേ, ഒന്നിങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒടുവിൽ പൗലോസിനെ വിളിച്ചതിന് ശേഷം സ്റ്റാൻലി പറയാണ്, അതായത് പൗലോസേ, നീയുണ്ടല്ലോ ഇനി അലീനയെ അനുസരിക്കണമെന്ന് പറയുന്നു. തൻ്റെ മോളെ അനുസരിച്ച് മതിയാവൂ എന്ന് പറയുന്നു. അതായത് വേറൊന്നുമല്ല, ഇനി ഇവളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നതെന്നും ഇവൾ തീരുമാനിക്കും ഇവിടുത്തെ കാര്യങ്ങളെന്നും പറയുന്നു. നിനക്ക് ഇവിടെ നിൽക്കാനോ ഇവളെ അനുസരിക്കാനോ താല്പര്യമോ കാര്യമില്ലെങ്കിൽ നിനക്ക് പോകാവുന്നതാണ് എന്ന് കൂടി പറയുന്നു.
നീ നല്ല പണിക്കാരനാണ്, നല്ല കുക്കാണ്, പക്ഷേ എൻ്റെ മകൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാനിപ്പോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഇവളെ അനുസരിച്ച് നിൽക്കാമെങ്കിൽ നിനക്കിവിടെ തുടരാം, അല്ലെങ്കിൽ പോയിക്കോളാനായിട്ട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇനി എൻ്റെ വാക്കുകൾ മാത്രമല്ല, ഇവളുടെ വാക്കുകളാണ് നിങ്ങൾ കൂടുതൽ അനുസരിക്കേണ്ടത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വല്യപ്പച്ചനാണെങ്കിൽ ഇത് നടക്കുന്നത് സ്വപ്നമാണോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പൗലോസാണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ് അത് കേട്ടതും. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ പിന്നാലെ പോകുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം. അപ്പോഴേക്കും അവിടെ ചർച്ച നടക്കുകയാണ്. കേണസാബിന് ഇതെന്ത് പറ്റി, എല്ലാം ആ പെണ്ണിനെ ഏൽപ്പിക്കുകയാണല്ലോ എന്ന്. ഇതേ സമയമാണെങ്കിൽ അലീന പൗലോസിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, പൗലോസേട്ടാ, ഇപ്പോൾ പൗലോസേട്ടന് മനസ്സിലായോ ആരുടെ കയ്യിലാണ് പവറെന്നും ആരുടെ കയ്യിലാണ് അധികാരമെന്നും? ഞാൻ പൗലോസേട്ടൻ്റെ മേൽ അധികാരമോ അവകാശമോ ജോലി ചെയ്യുന്നത് തെറ്റാണെന്നോ ഒന്നും തന്നെ പറയാനായിട്ട് വന്നതല്ല എന്ന് പറയുന്നു. എനിക്ക് പൗലോസേട്ടൻ ചെയ്യുന്ന ജോലി 100% ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയാണ് പൗലോസേട്ടൻ ഉണ്ടാക്കുന്നത്. എനിക്ക് പൗലോസേട്ടനോട് യാതൊരു ശത്രുതയോ യാതൊരു വെറുപ്പോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ പൗലോസേട്ടൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് മാത്രമേ എനിക്ക് യോജിക്കാത്തതായിട്ടുള്ളൂ. ആ കാര്യങ്ങൾ യോജിച്ച് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുന്നു. മറ്റാരുമായിട്ട് ഞാൻ പ്രശ്നത്തിനൊന്നും പോകുന്നില്ലല്ലോ. എനിക്ക് പൗലോസേട്ടനോട് വ്യക്തിപരമായി യാതൊരു വിരോധവും ഇല്ല എന്ന് പറയുന്നു. കള്ളത്തരവും മനസ്സിൽ വിദ്വേഷവും കൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പൗലോസേട്ടനോട് എന്തിന് അത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. ബാക്കി ആരുടെ അടുത്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞതായിട്ട് പൗലോസേട്ടൻ കേട്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും പൗലോസിന് താൻ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാവുകയും അലീനയുടെ മുൻപിൽ തല കുനിച്ച് നിന്ന് മാപ്പ് പറയുകയും ചെയ്യുന്നു. മാപ്പൊന്നും പറയേണ്ട ആവശ്യകതയൊന്നുമില്ല പൗലോസേട്ടാ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം. കള്ളത്തരം കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്, അത്ര മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് പൗലോസേട്ടനോട് യാതൊരു ദേഷ്യവും ഇല്ല എന്നും പറയുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്